Dear friends, welcome to our biology class. Today's our lesson excretion to maintain homeostasis. How are you? I hope all are you fine and sound. Okay. Have you noticed garbage dumped like this? Yes. What are the consequences of this? If garbage is dumped like this, it leads to make foul smell and allowed to grow different type of disease causing organisms, etc. How can make our external environment garbage free? We can make our external environment garbage free by processing, reusing or recycling waste materials. നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ ചുറ്റുപാടുകളും ഇതേപോലെ വൃത്തിഹീനമായുള്ള പരിസരങ്ങളുണ്ടെങ്കിൽ അത് ഒത്തിരിയധികം പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. ബാഡ് സ്മെല്ലുണ്ടാവുന്നു, പലതരത്തിലുള്ള അസുഖങ്ങൾ വരുത്തുന്ന ജീവികളുടെ ഒരു വാസ കേന്ദ്രമാണ് ഇങ്ങനെയുള്ള ഈ ഗാർബേജുകൾ കൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ. ഇത് നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിന് ഒത്തിരിയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ എൻവയോൺമെൻറ്റിനെ എങ്ങനെ നമുക്ക് ഗാർബേജ് ഫ്രീ ആക്കി മാറ്റാനായിട്ട് സാധിക്കും? നമ്മൾ തന്നെയാണ് നമ്മുടെ എൻവയോൺമെൻറ്റ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമുക്കറിയാം, ഡീകമ്പോസ് ചെയ്യാൻ പറ്റുന്ന വേസ്റ്റ് മെറ്റീരിയൽസ്, ഡീകേ പോകുന്ന വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്തിട്ട് വെർമി കമ്പോസ്റ്റ്, അതുപോലെ തന്നെ ബയോഗ്യാസ്, അങ്ങനെയുള്ള യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്ട്സായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങൾ, ഗ്ലാസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ റീസൈക്ലിങ്ങിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ഇതേപോലെ ഗാർബേജ് ഡംപ് ചെയ്യുന്ന അവസ്ഥയ്ക്ക് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ റീസൈക്ലിംഗ്, റീയൂസിങ് ഇതൊക്കെയാണ് നമുക്ക് എൻവയോൺമെൻറ്റിനെ ഫ്രീ ആക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലായി, ഡിഫറെൻറ്റ് ടൈപ്പ് വേസ്റ്റ് മെറ്റീരിയൽസ് ഡംപ് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിന് അത് ഒത്തിരി തരം ഡിഫറെൻറ്റ് ടൈപ്പ് പ്രോബ്ലംസിലേക്ക് അത് ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള അക്യുമുലേഷൻസ് നമ്മുടെ ബോഡിയുടെ അകത്തും നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബോഡിയുടെ അകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നു. ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ബൈ പ്രൊഡക്ട്സ്, ചില വേസ്റ്റ് മെറ്റീരിയൽസ് ഫോം ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ആ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, നമ്മുടെ ബോഡിക്ക് അകത്തുണ്ടാകുന്ന ആ കണ്ടീഷൻസിന് അതെന്ത് ചെയ്യും? ഇംബാലൻസ്ഡ് കണ്ടീഷനിലേക്ക് മാറ്റും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഹോമിയോസ്റ്റാസിസ് എന്തായി മാറും? അൺബാലൻസ്ഡ് കണ്ടീഷനായി കഴിഞ്ഞാൽ നമുക്ക് അത് ഡിസീസ്ഡ് കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യും. Homeostasis is one of the main factors for the sustenance of life. The body maintains homeostasis by carrying factors for the metabolic activities taking place in the cells and by removing the waste products formed in the cells. Several byproducts are formed in the cells as a result of metabolic activities. If the amount of these byproducts exceeds a certain limit, it becomes harmful to our body. If excess byproducts are accumulated in our body, that leads to diseased condition. Nitrogenous compounds formed by the metabolism of amino acids and nucleic acids, carbon dioxide and water, which are the byproducts of respiration. These are the main excretory products in human beings. We know nitrogenous compounds formed by the metabolism of amino acid and nucleic acid. Amino acid are the simplest form of protein. In this way, nucleic acid, its simplest form is the nucleosides. Finally, it formed to the amino acids. Nitrogenous compounds are formed by the metabolism of amino acid and nucleic acid. ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA
ഡൈജഷൻ നടക്കുമ്പോൾ ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ ഡി എൻ എയുടെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലായിട്ടുണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അമിനോ ആസിഡ് തന്നെയാണ്. അപ്പോൾ അമിനോ ആസിഡിൻ്റെ മെറ്റബോളിസ് നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നൈട്രോജീനസ് കോമ്പൗണ്ട് ആയിട്ടുള്ള അമോണിയാണ് ഫോം ചെയ്യുന്നത്. ഇത് വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ്. അതേപോലെ റെസ്പിറേഷൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും. ഇൻ അവർ പ്രീവിയസ് ലെസൺ വി സ്റ്റഡി excess quantity of carbon dioxide leads to the diseased condition that we studied in our previous lesson. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്ന ഈ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് അതിൻ്റെ ഒരു സെർട്ടൻ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഹാനികരമാണ്, ഹാംഫുൾ ആയിട്ട് മാറുകയാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നതിനനുസരിച്ച് അതിനെ നമുക്ക് ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. Excretion is the process of elimination of these waste from the body. What is the excretion? It is the process of elimination of waste materials from the body. This elimination is the one of the method to maintain homeostasis. അപ്പോൾ നമ്മുടെ ബോഡിയിലെ അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അപ്പം ഡിഫറെൻറ്റ് ടൈപ്പ് മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ബൈ പ്രൊഡക്ട്സ് നമ്മുടെ ബോഡിക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ എക്യുമുലേഷൻ നമ്മുടെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം അത് ഹാംഫുള്ളാണ്. അപ്പോൾ അങ്ങനെ ഫോം ചെയ്യുന്ന ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ പ്രോപ്പർ ടൈമിൽ എന്ത് ചെയ്യണം? നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിലേക്കാണ് കൂടുതൽ അൺവാണ്ടഡ് മെറ്റീരിയൽസ് ഫോം ചെയ്യുമ്പോൾ എന്തുണ്ടാകും? നമ്മുടെ ബോഡിയുടെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ അത് അൺഡിസ്റ്റർബ്ഡ് കണ്ടീഷനാക്കി മാറ്റും. അപ്പോൾ അതിനെ ഹോമിയോസ്റ്റാസിസ് ആക്കി മാറ്റണമെങ്കിൽ എന്ത് വേണം? അതിനെ നമ്മളെപ്പോഴും എലിമിനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ excretion is one of the method of maintain homeostasis. How do the waste materials formed inside the cells reach excretory organs? നമ്മുടെ ബോഡിയിൽ ഡിഫറെൻറ്റ് മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ബൈ പ്രൊഡക്ട്സിൻ്റെ ഫോർമേഷൻ നടക്കുന്നത് സെൽസിനകത്തായിരിക്കും. ഈ സെൽസിൽ നിന്ന് ഓരോ വേസ്റ്റ് മെറ്റീരിയൽസിനും എക്സ്ക്രീറ്ററി ഓർഗൻ, പ്രോപ്പറായിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗനിലേക്ക് എത്തിച്ചാൽ മാത്രമേ അവരുടെ എലിമിനേഷൻ നമുക്ക് നടത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ വേസ്റ്റ് മെറ്റീരിയൽസിനെ എലിമിനേറ്റ് ചെയ്യാണ്ട് എക്സ്ക്രീറ്ററി ഓർഗനിലേക്ക് എത്തിക്കുന്നത്? Complete the flow chart of the waste materials formed inside the cells reach excretory organs. Cells to tissue fluid to blood to excretory organs. Cells to tissue fluid to blood carry these all waste materials to proper excretory organs. Name the organs that help to remove waste materials from blood and maintain homeostasis. We know that is the skin, lungs, liver and kidney. Which is the main organs to maintain homeostasis? Skin, liver, lungs and kidney. You try to complete this illustration. First one is the skin. Skin expels water and salt. Second one is the lungs. Lungs expels carbon dioxide and water. Then giving in the synthesis of urea. Which organ helps to synthesis of urea? That is the liver. Next one expels urea and water. Which organ helps to expels urea and water? That is the kidney. Liver is the only regenerating organ in human body. Liver has the ability to regenerate its damaged cells. However, if the destruction of the liver cells become higher than its regenerative power, it will lead to the complete damage of liver. Constant contact with poisonous substance destroys liver cells. This happens when alcohol enters the body and also when we consume food containing artificial ingredients.
ഹ്യൂമൻ ബോഡിയിലെ റീജനറേഷൻ കപ്പാസിറ്റി ഉള്ള ഒരേ ഒരു ഓർഗൻ എന്ന് പറയുന്നത് ലിവറാണ്. ഈ ലിവറിലേക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയ്സണസ് സബ്സ്റ്റൻസ് എൻറ്റർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ സെൽസിൻ്റെ റീജനറേറ്റിംഗ് കപ്പാസിറ്റി നഷ്ടപ്പെട്ടു തുടങ്ങും. ഇത് നശിക്കുന്നതിനനുസരിച്ച് പുനർജീവിക്കാൻ കഴിയുന്ന ഒരു ഓർഗനാണ് ലിവർ എന്ന് പറയുന്നത്. പക്ഷേ അതിനും ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിനേക്കാളും കൂടുതൽ, അതിൻ്റെ ആ കപ്പാസിറ്റിയേക്കാളും കൂടുതലായിട്ട് അതിൻ്റെ പോയ്സണസ് സബ്സ്റ്റൻസിനെ ഡിസ്ട്രോയ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ റീജനറേറ്റിംഗ് കപ്പാസിറ്റി നഷ്ടപ്പെടാൻ തുടങ്ങും. നമുക്ക് കൂടുതലായിട്ട് ആൽക്കഹോൾ, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നവരിലാണ് ഈ ലിവർ സിറോസിസ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവരുടെ ലിവറിൻ്റെ ആ റീജനറേഷൻ കപ്പാസിറ്റി നഷ്ടപ്പെട്ട് ലിവർ നശിച്ചു പോകുന്ന ഒരു കണ്ടീഷനാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ലിവറാണ് ഒരു എക്സ്ക്രീറ്ററി മെറ്റീരിയൽസിൻ്റെ, നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്ന അമോണിയ എന്നുള്ള ടോക്സിക് ആയിട്ടുള്ള ഒരു വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ കൺവേർഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗൻ. ലിവർ converts harmful substance entering the body and those produced inside the body into harmless substance. Liver synthesis urea, a less poisonous substance from poisonous ammonia. What is the function of liver? Liver converts harmful substance entering the body and those produced inside the body into harmless substance. ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ഹാംലെസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ലിവറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ. സിന്തസിസ് ഓഫ് യൂറിയ ഫ്രം അമോണിയ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദിസ്. അപ്പോൾ അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് അമോണിയനെ കൺവേർട്ട് ചെയ്ത് യൂറിയ ആക്കി മാറ്റുക എന്നുള്ളത്. അപ്പോൾ അമോണിയ എന്നുള്ളത് അമിനോ ആസിഡിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റാണ് നൈട്രജൻ കമ്പോണൻ്റ് ആയിട്ടുള്ള അമോണിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഹൈലി ടോക്സിക് സബ്സ്റ്റൻസ്. അപ്പോൾ ഇത്രയും ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ആ കംപ്ലീറ്റ് ആ ഹോമിയോസ്റ്റാസിസിനെ ഡിസ്റ്റർബ്ഡ് ആക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ അമോണിയ, ഹൈ ടോക്സിക് ആയിട്ടുള്ള അമോണിയനെ കൺവേർട്ട് ചെയ്തിട്ട് ലെസ് ടോക്സിക് ആയിട്ടുള്ള യൂറിയയ്ക്ക് മാറ്റുക എന്ന മെയിൻ ഫങ്ഷനാണ് ലിവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. What are the uses of amino acids? Amino acids are used for the synthesis of various substances like proteins, enzymes, etc., which are used for bodybuilding. We know which is the nutrient helps for bodybuilding, that is the proteins. Its simplest form is amino acids. So amino acids are used for the synthesis of various substances like proteins, enzymes, etc., which are used for bodybuilding. പറഞ്ഞു ലിവറിനകത്ത് നടക്കുന്ന മെയിൻ ആയിട്ടുള്ളൊരു ഫങ്ഷനാണ് ടോക്സിക് ആയിട്ടുള്ള അമോണിയനെ കൺവേർട്ട് ചെയ്ത് യൂറിയയ്ക്ക് മാറ്റുക എന്നുള്ളത്. പ്രിപ്പയർ എ നോട്ട് ഓൺ ദി സിന്തസിസ് ഓഫ് യൂറിയ. എങ്ങനെയാണ് യൂറിയയുടെ സിന്തസിസ്, യൂറിയയുടെ പ്രൊഡക്ഷൻ ലിവറിനകത്ത് നടക്കുന്നത്? അമിനോ ആസിഡ്സ് ആർ ഫോംഡ് ബൈ ദി ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻസ്. ആസ് എ റിസൾട്ട് ഓഫ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഓഫ് അമിനോ ആസിഡ്സ്, several nitrogenous byproducts are formed, that is the ammonia. The most harmful among these is the ammonia. The ammonia formed in tissues diffuses into blood through tissue fluids and blood transport it to the liver. This ammonia formed in the cells. From the cells it reached to the tissue fluid. From tissue fluid to it reach to the blood. Blood transport it to the liver. In liver, with the help of certain enzymes, ammonia combines with carbon dioxide and water to form urea. This is the synthesis of urea. Write down the chemical equation of synthesis of urea. Ammonia combines with carbon dioxide and water in the presence of certain enzymes. Forms urea. Ammonia combines with carbon dioxide and water with the presence of enzymes. It converts into urea. This ammonia is a highly toxic substance. This highly toxic substance converted into less toxic urea. This is the synthesis of urea. It takes place in the liver. We know skin is the largest organ in human body.
Sweat is the excretory material expelled through the skin. There are millions of sweat glands in the skin. Each sweat gland is a long coiled tube which opens to the surface of the skin. Sweat gland is a long coiled tube which opens to the surface of the skin. The lower portion of the sweat gland is rich in capillaries. The lower portion of sweat gland rich in capillaries. When blood passes through these capillaries, excess water and minerals enter the sweat glands. This is eliminated as sweat. What is the main objective of sweating in our body? The main objective of sweating is regulation of body temperature. How is sweat formed from blood? Blood passes through the capillaries, excess water and minerals enter the sweat glands. This is eliminated as sweat through the body surface. What do you mean by sweat gland? Sweat gland is a long coiled tube that opens to the surface of the skin. It is a long coiled tube that opens to the surface of the skin. Only a very small quantity of impurities are expelled through sweat. Urea, salt and water are expelled from the body mainly through urine. How is urine formed from blood? Which organ helps to convert urine? Yes, kidney. It is the main organ that helps to the process of urine. Kidneys are the vital organs which helps in maintaining homeostasis by filtering waste products like urea, salt, vitamins, other harmful substances, etc. from the blood. When blood passes through the kidney, the waste materials present in it are filtered. Which is the main excretory organ in human beings? Yes, that is the kidney. Kidneys are the organs which filter urea, vitamin, salt and other substance harmful to the body from blood and expel through the urea. That is the function of kidney. Human beings have a pair of kidney. They are bean shaped and are located in the abdominal cavity on either side of the vertebral column. വെർട്ടിബ്രൽ കോളം നട്ടലിൻ്റെ രണ്ട് സൈഡിലായിട്ട് ബീൻ ഷേപ്പിൽ കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സാണ് കിഡ്നി എന്ന് പറയുന്നത്. Compared to the right kidney, the left kidney is located slightly higher. Each kidney is covered by a strong but soft membrane. Blood with high pressure reaches the kidney through renal artery, which is a branch of aorta. The filtered blood reaches the vena cava through renal vein. Urine formed in the kidneys reaches the urinary bladder through the ureters and is expelled out through the urethra. These are the main parts of excretory system in human. Look this diagram. Kidney is position and shape. Its position situated in the abdominal cavity on both sides of the vertebral column. Its shape bean shape. Then blood vessels which supplies blood to kidney. Which blood vessels supply blood to the kidney? That is the renal artery. Renal artery supplies blood to the kidney. Then blood vessels which carries blood out. That is the renal vein. Renal vein
It is the blood vessels which carries blood away from kidney. Tube which carries urine to the urinary bladder. Which tube carry urine to the urinary bladder? That is the ureter. Ureter is the tube which carries urine to the urinary bladder. Urinary bladder is the place where urine is stored. Urine formed in the kidneys reaches the urinary bladder through the ureters and is expelled out through the urethra. This is the longitudinal section of kidney. In there we can show the renal artery and renal vein. Renal artery, which is the blood vessels which supply blood to the kidneys, and renal vein, this renal vein which carries blood away from kidney. This diagram shows the internal structure of kidney. Mainly this kidney is divided into two parts, outer cortex and inner medulla. Cortex is the outer part of kidney. The inner dark region is medulla. Long tubules of nephrons are seen in medulla. Nephrons are the basic structural and functional unit of kidney. Basic structural and functional unit of kidney is nephron. Long tubules of nephrons are seen in medulla. Look this diagram. In there we can see some tubular structures. And these tubular structures represents the nephron. In the long tubules of nephrons are seen in medulla. The process of filtration takes place in the nephrons. Pelvis is another part present in medulla. Urine from filters is collected here. Pelvis is the region where urine from the filters collected. This region is the cortex, the light colored outer part of the kidney. Ultrafilters of the nephrons are found here. Then this region is the medulla, the dark colored inner part of the kidney. Long tubes of nephrons are found here. Here we can see long tubes of nephrons. Its ultrafilter region is found in the cortex region, that are the Bowman's capsule, glomerulus, etc. that are found in this region. And that is found in the cortex. Then this region is the pelvis. Pelvis is the region where urine from the filters flows into. Next region is the nephron. Its main parts: Bowman's capsule. It is a double-walled cup-shaped structure at the end of nephron. The space between the two walls is called capsular space.
we can see space between the two walls. It is a two-wall structure. The space between these two walls is called capsular space. This is called capsular space. This is called capsular space. The space between two walls is called capsular space. Next region is the efferent vessel. Efferent vessel. This region is the efferent vessel. The branch of renal artery which enters the Bowman's capsule. Bowman's capsule എന്നൊരു കപ്പ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ബൊമാൻസ് കാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇത് ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണ്. ഇതിൻ്റെ ഇടയിലുള്ള സ്പേസിന്, ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ്റെ ഇടയിലുള്ള സ്പേസിന് പറയുന്ന പേരാണ് കാപ്സുലാർ സ്പേസ്. ഈ ബൊമാൻസ് കാപ്സ്യൂളിലേക്ക് എൻ്റർ ചെയ്യുന്ന ബ്ലഡ് വെസലാണ് എഫറൻറ്റ് വെസൽ. എഫറൻറ്റ് വെസൽ. The branch of renal artery which enters the Bowman's capsule. Next region is the efferent vessel. Efferent vessel, the blood vessel that comes out of Bowman's capsule. The blood vessel that comes out of Bowman's capsule is the efferent vessel. ഈ എഫറൻറ്റ് വെസലും ഇഫറൻറ്റ് വെസലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇതിലെ എഫറൻറ്റ് വെസലിൻ്റെ ഡയാമീറ്റർ ഇഫറൻറ്റ് വെസലിനേക്കാളും കൂടുതലാണ്. ആ ഒരു സ്ട്രക്ചർ ഇതിൻ്റെ ഗ്ലോമറൽ ഫിൽട്രേറ്റിൻ്റെ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. നെക്സ്റ്റ് റീജിയൻ ഇസ് ദി ഗ്ലോമർലസ്. The region where efferent vessel enters the Bowman's capsule and split into minute capillaries. In this region, efferent vessel enters the Bowman's capsule and it is split into the different capillaries. These different capillaries again join together to form a single tubular structure, that is the efferent vessel. This is the efferent vessel. This efferent vessel split into different tubular structures. Again, these small tubes combine to form a single tube, that is the efferent vessel. And this is the glomerulus. Next region is the renal tubule. The long tube which connects the Bowman's capsule and the collecting duct. It is a long tube which connects the Bowman's capsule and the collecting duct. That is the renal tubule. Next region is the collecting duct. The part where renal tubules enter. Absorption of water takes place. Urine is collected and is carried to the pelvis. This region is the collecting duct. It is the part where renal tubules enter. അപ്പോൾ ഓരോ നെഫ്രോണിൻ്റെയും റീനൽ ട്യൂബ്യൂൾസ് ജോയിൻ ചെയ്യുന്ന സിംഗുലർ ട്യൂബിന് പറയുന്ന പേരാണ് കളക്റ്റിംഗ് ഡക്റ്റ്. അപ്പോൾ ഓരോ നെഫ്രോണിൻ്റെ, ഇപ്പോൾ ഈ നെഫ്രോണിൻ്റെ റീനൽ ട്യൂബ്യൂൾസ് കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് ജോയിൻ ചെയ്യുന്നു. അനദർ നെഫ്രോണിൻ്റെ റീനൽ ട്യൂബ്യൂൾസ് വീണ്ടും കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് നെഫ്രോൺസുകളുടെ റീനൽ ട്യൂബ്യൂൾസ് ജോയിൻ ചെയ്യുന്ന സിംഗിൾ ട്യൂബിന് പറയുന്ന പേരാണ് കളക്റ്റിംഗ് ഡക്റ്റ്. ഈ കളക്റ്റിംഗ് ഡക്റ്റിൻ്റെ റോൾ എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആണ്. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വാട്ടറിൻ്റെ അബ്സോർപ്ഷൻ, അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് കളക്റ്റിംഗ് ഡക്റ്റ്. This collecting duct helps to carry urine to the pelvis region. Next region is the peritubular capillaries. Blood capillaries seen around the renal tubules as the connection of the efferent vessel. In this diagram we can see different blood capillaries around the renal tubes. Different blood capillaries we can see around these renal tubules. This
capillaries. These blood capillaries connect to the efferent vessel. These tubes are called peritubular capillaries. These are the different parts of a single nephron. നെഫ്രോണിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ കിഡ്നി പഠിക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് നെഫ്രോൺ. നെഫ്രോൺ ഈസ് ദി ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. അപ്പോൾ ഈ പാർട്ടും അതിൻ്റെ ഫങ്ഷൻസും ആദ്യം നന്നായി പഠിച്ചാൽ മാത്രമേ നമുക്ക് യൂറിൻ ഫോർമേഷൻ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ യൂറിൻ ഫോർമേഷൻ പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ഭാഗങ്ങൾ നന്നായി പഠിച്ചു വയ്ക്കണം. ഡയഗ്രാം വരയ്ക്കാനും അറിയണം, പാർട്സ് ലേബൽ ചെയ്യാനും അറിയണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടീച്ചർ ഇന്നിവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും വരെയുള്ള ഭാഗങ്ങൾ നന്നായി വായിച്ച്, വരയ്ക്കാനുള്ള ഭാഗങ്ങളൊക്കെ നന്നായി വരച്ച്, പാർട്സൊക്കെ ലേബൽ ചെയ്ത് നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.